കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്മസിന് മുന്നോടിയായി നമ്മൾ ആചരിക്കുന്ന 25 നാൾ നോയമ്പ് ഒരു ആചാരം മാത്രമല്ല, അത് ഒരു ഹൃദയ ശുദ്ധീകരണ യാത്രയും ആന്തരിക പുതുവൽക്കരണവും ഒരു വിശുദ്ധീകരണ സമയം കൂടിയാണ്. ക്രിസ്തുവിൻ്റെ ജനനത്തിനായി നമ്മുടെ ഹൃദയത്തിൽ ഒരു തറവാട് പണിയുന്ന വിശുദ്ധമായ ഒരു അവസരം തന്നെയാണ് ഈ നോയമ്പ് കാലം. നോയമ്പിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? നോയമ്പ് എന്നത് ഭക്ഷണത്തിൽ കുറവ് വരുത്തലോ ചില കാര്യങ്ങളിൽ നിന്നുള്ള വിട്ടുനിൽപ്പോ മാത്രമല്ല. നോയമ്പ് എന്നത് ദൈവവുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനുള്ള ഒരു ആത്മീയ പരിശീലനമാണ്. ഒരിടത്ത് ഒരു ആത്മീയ ഗുരു നോയമ്പ് കാലത്ത് തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ദൈവം മനുഷ്യഹൃദയത്തിൽ ജനിക്കുവാൻ എന്താണ് വേണ്ടത്? ഒരു ശിഷ്യൻ പറഞ്ഞു നല്ല പ്രവൃത്തികൾ, വേറൊരാൾ പറഞ്ഞു ദാനം, മറ്റൊരാൾ പറഞ്ഞു നോയമ്പ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ആ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാം നല്ലതാണ്, പക്ഷേ ദൈവം ജനിക്കുവാനുള്ള സ്ഥലം കാലിയായി നിൽക്കണം. കുറ്റബോധം, ദേഷ്യം, പേടി, അമർഷം, അസൂയ, വിദ്വേഷം ഇവയാൽ നിറഞ്ഞ ഹൃദയത്തിൽ ഒരിക്കലും ക്രിസ്തു ജനിക്കില്ല. ഈ 25 ദിവസം നമ്മുടെ ഹൃദയം ശൂന്യമാക്കാനുള്ള സമയമാണ്. ദൈവത്തിനായി ഒരു സ്ഥലം വിരിച്ചിടാനുള്ള സമയം കൂടിയാണ്. ഈ നോയമ്പ് കാലം നമ്മോട് പറയുന്നത്, കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക, കുറച്ച് പരാതിപ്പെടുക, കൂടുതൽ നന്ദി പറയുക, കുറച്ച് സുഖവാസം, കൂടുതൽ സേവനം, കുറച്ച് സ്വയം, കൂടുതൽ ക്രിസ്തു. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പായി നമ്മൾ സ്വയം കുറയണം. ക്രിസ്തു നമ്മിൽ അധികം ജീവിക്കണം. പ്രിയമുള്ളവരെ, ഈ 25 ദിവസത്തെ നോയമ്പ് ഒരു ബാധ്യതയല്ല, അതൊരു ആശീർവാദം കൂടിയാണ്. ഒരിക്കൽ ഒരു പുരോഹിതൻ പറഞ്ഞു, ക്രിസ്മസ് ഒരു ദിനമല്ല, അതൊരു ഹൃദയാവസ്ഥയാണ്. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം മുഴുവൻ ഒരു നിത്യ ക്രിസ്മസായി മാറും. ഈ നോയമ്പ് കാലം നമ്മെ ആത്മീയമായി പുതുക്കി സ്നേഹത്തിലേക്കും ക്ഷമയിലേക്കും കരുണയിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ഒരു അനുഗ്രഹീത ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.